ഇവളുടെ ആഗ്രഹത്തിന് ഞാൻ ഒരുപാട് എതിര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവളെടുത്ത തീരുമാനത്തിന് ഇവളുടെ ഇഷ്ടം വേണോന്ന് പറഞ്ഞ് ഇവള് വാശി പിടിക്കുമ്പോ അതിങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല രാധമ്മേ. രാജുവിന്റെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം എല്ലാവർക്കും അറിയാം. രാജുവിന് ഒരു പ്രത്യേക സാഹചര്യത്തില് വർമ്മ സാറിന്റെ മകൾ ഋതികയെ സംരക്ഷിക്കാനായിട്ട് രാജുവിന് അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. ഞാനോർത്തത് ശരിക്കും രാജു ആ കുട്ടിയും തമ്മിൽ പ്രണയത്തിലാണെന്നാ. അതാ ഞാൻ ഇവളോട് രാജുവിനെ മറക്കാനും വേറെ വിവാഹം കഴിക്കാനായി നിർബന്ധിച്ചതും. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് നമ്മളായിട്ട് എന്തിനാ കുട്ടികളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നത്? രാധമ്മയ്ക്കും വേണുവിനും എന്നോട് എതിരൊന്നും ഇല്ലെങ്കിൽ എന്റെ മകളെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ വിവാഹം ഒന്ന് നടത്തിക്കൂടെ? അല്ല, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ മകളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടോ? അയ്യോ, അങ്ങനെയല്ല രുക്മിണി. രമ്യ ഞങ്ങളുടെ മോളല്ലേ. ഞങ്ങള് ചെറുപ്പം തൊട്ട് രമ്യ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. രുക്മിണി പറഞ്ഞ പോലെ രമ്യക്ക് രാജുവിനോടുള്ള ഇഷ്ടം രുക്മിണി അംഗീകരിക്കോ ഇല്ലയോന്നുള്ള പേടി ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അല്ലാതെ രമ്യയോട് ഞങ്ങൾക്കാർക്കും ഒരു പരിഭവവും ഇല്ല. പക്ഷേ രാജുവിന്റെ മനസ്സിൽ എന്താന്നറിയാതെ നമ്മളൊരു തീരുമാനം എടുത്ത, അതുമല്ല രാജുവിന് ഋതികമോക്ക് വലിയ ഇഷ്ടമാ. ആ പാവത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എങ്ങനെയാ രുക്മിണി? രാധമ്മേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ. അങ്ങനെ ഒരു ബന്ധത്തിന് എതിർപ്പൊക്കെ ഒരുപാടുണ്ടാവും. ആ എതിർപ്പൊക്കെ നാളെ രാജുവിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കും.